പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഏലീഷായുടെ പുറത്തേക്ക് തൻ്റെ രണ്ടാം മുണ്ടിട്ടു ഇട്ടുകൊടുക്കുന്നു. ഏലീഷ, അങ്ങേ ഞാൻ അനുഗമിക്കാൻ പിതാവിൻ്റെ പക്കൽ പോയി അനുവാദം വാങ്ങിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കടന്നു പോകുന്നു. എലീഷയ്ക്ക് മനസ്സിലാകുന്നു തൻ്റെ വിളിയെക്കുറിച്ച്. ഈശോയെ, ഞങ്ങളുടെ വിളിയെക്കുറിച്ചൊക്കെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിളി ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ തന്ന വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏലിയായോട് ചോദിച്ചത് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കാണ്. അതിനുവേണ്ടി അവൻ കഠിനമായി അധ്വാനിച്ചു. ഏലിയായെ അനുഗമിച്ചുകൊണ്ട് കൂടെ നടന്നു. ഏലിയാ സുഖത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുമ്പോൾ അവൻ ഇരട്ടി പങ്ക് ലഭിക്കുന്നു. ആത്മാവിനാൽ അവൻ പൂരിതനാണ്. കാരുണ്യവാനായ കർത്താവെ, ആത്മാവിനാൽ ജ്വലിക്കുന്നവരായി തീരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവെ, നീ അരുൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും ആണയിടുന്നതിനെ കുറിച്ച് പലപ്പോഴും കള്ളത്തരങ്ങൾ പറയുമ്പോൾ വ്യാജമായ ആണയിട്ടുകൊണ്ട് അങ്ങയുടെ തിരുനാമത്തെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങയുടെ നാമം വൃഥ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഉള്ളതിനുണ്ടെന്നും ഇല്ലാത്തതിനില്ല എന്നും ആയിരിക്കട്ടെ. സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, അതുകൊണ്ട് പാടില്ല. ഭൂമി അങ്ങയുടെ പാദപീഠമാണ്, അതുകൊണ്ട് അതും പാടില്ല. യെരൂശലേമിനെ കൊണ്ട് പാടില്ല, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. കാരുണ്യവാനായ കർത്താവെ, നീ സൃഷ്ടിച്ചവയെല്ലാം നിൻ്റേതാണ്. ഞങ്ങൾ അതിനെക്കൊണ്ട് അസത്യം പറയാൻ പാടില്ലെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഇന്നുവരെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ കള്ളസത്യങ്ങളെ ഓർത്ത് കർത്താവെ, നിൻ്റെ തിരുമുമ്പിൽ മാറ്റി അസത്യം മാത്രം പറയുന്നവരെ ഞങ്ങൾ ഓർക്കും. മറ്റുള്ളവരുടെ ജീവിതങ്ങളെ അസത്യങ്ങൾ കൊണ്ട് തകർത്ത അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കും. ഇതാ കർത്താവെ, ഉള്ളതിനുണ്ട് എന്നും ഇല്ലാത്തതിനില്ല എന്നും പറയുവാൻ തക്കവിധമുള്ള ആത്മധൈര്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, വിദേശത്തും സ്വദേശത്തും അസ്വസ്ഥപ്പെടുന്ന എല്ലാവരെയും, ജോലിയില്ലാത്തവരെ, അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാത്തവരെയും, ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാത്തവരെയും, കർത്താവെ, സാമ്പത്തികമായി തകർന്നു പോയവരെയും, രോഗികളായിട്ടുള്ളവരെയും, മാരകമായ രോഗത്താൽ വലയുന്നവരെയും ഇന്നതാ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഭവനരഹിതരായിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്നവരെ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേദനയോടുകൂടി എൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷകളൊക്കെ അങ്ങ് സ്വീകരിച്ച എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ.